ഫാത്തിമ, എനിക്കൊന്ന് ഒരുപാട് വർഗീയ അറ്റാക്ക് താങ്കൾ കിട്ടി. ഒരുപക്ഷെ ഈ താങ്കൾ ഇത്തിരി ബോൾഡാണ്, കരുത്തയാണ് എന്ന് തെളിയിക്കപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ജയിച്ചു വന്നതും. അപ്പോൾ ഇത് പുതുതായിട്ട് പൊതുപ്രവർത്തനത്തിൽ ഒരുപാട് സ്ത്രീകൾ വരണം. നമ്മളിപ്പം സംവരണത്തിൻ്റെ പെർസെൻറ്റേജ് തന്നെ കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നൊരു കാലത്ത് പുതുതായി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ഉത്തേജക മരുന്നല്ലത്, നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മരുന്ന് തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഫാത്തിമ ഈ ഒരു അഗ്നിപരീക്ഷണമൊക്കെ കടന്നു വിജയിച്ചു വന്നു, ലീഗിലെ ആദ്യത്തെ വനിതാ MLA ആയി? അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു കുട്ടി വിവാദം, കുട്ടിന്ന് വിളിച്ചു തന്നെ. പിന്നെ കൗം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കൗമിലെ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് വേറെ, കുട്ടിക്കളിയല്ല എന്ന് പറഞ്ഞിട്ട് വേറെ, അങ്ങനെ ലക്ഷ്യം വെച്ച് എന്താണ് ഈ ഡാമേജ് ചെയ്തിട്ട്. ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, കുറെ ആരോപണങ്ങൾ, വർഗീയ ആരോപണങ്ങൾ കിട്ടി എന്ന് പറയുമ്പോൾ കൊണ്ടു തന്നിരുന്നു, ഞാൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല, അതാണ് സത്യം. ഇല്ല, ആൾക്കാരോട് ഇനി ഞാൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വീടുകൾ കയറിയിട്ട് സ്ത്രീകളോട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള വ്യാപക ശ്രമം നടന്നിരുന്നു. അതും അവിടെ അസാധുവായിപ്പോയി. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്താണ് ജനങ്ങളുടെ മനസ്സ്, അവരിതൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ടൊരു കാര്യം കൊണ്ടുവന്നാൽ അത് ആളുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നതല്ല. പ്രത്യേകിച്ച് ഈ വാക്കൊക്കെ ഉണ്ടല്ലോ, ഈ കൗം എന്നൊക്കെ പറഞ്ഞ വാക്ക്, അത് യൂസേജിലുള്ള ടേം അല്ല, ഇത് കണ്ടുപിടിച്ച് എവിടുന്നോ കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഡിക്ഷണറി പദം എടുത്തു കൊണ്ടുവന്ന് ഇലക്ഷനിൽ ഉപയോഗിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇത് ആദ്യത്തെ വിഷയമല്ല. വടകര പാർലമെന്റ് ഇലക്ഷനിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആയിരുന്നു. കൊണ്ടുവരുന്ന കേന്ദ്രങ്ങളൊന്നാണ്, അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മനോഹരമായ വിജയം പേരാമ്പ്രയിൽ ഉണ്ടായത്. പരാജയപ്പെട്ടതാണ്. വടകരയിൽ അത് പരാജയപ്പെട്ടപ്പോൾ വീണ്ടും എന്തിനത് പേരാമ്പ്രയിൽ കൊണ്ടുവന്നു, അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിലൊന്നും യഥാർത്ഥത്തിൽ ആ നാട്ടിലുള്ള ആളുകൾ ചെവി കൊണ്ടില്ല. അവർ മനസ്സുകൊണ്ടാണ് സ്വീകരിച്ചത്. ഞാൻ ഇറങ്ങിയത് മുതൽ എൻ്റെ കൈ പിടിച്ച് എൻ്റെ കുട്ടീന്ന് അവർ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾ കുട്ടീന്നൊക്കെ വിളിച്ചോളൂ, പക്ഷെ ആരാൻ്റെ കുട്ടീന്ന് പറയരുത് എന്ന് പറഞ്ഞു. ആ രൂപത്തിൽ അവിടെയുള്ള അമ്മമാർ തിരിച്ച് സംസാരിച്ചത് എനിക്കറിയാം. ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ നന്ദി പറയാൻ വേണ്ടി പോയിരുന്നു. ചക്കിട്ടപ്പാറ ഭാഗത്ത് പോയപ്പം ഒരമ്മ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുക, ഒറ്റയ്ക്കൊരു സ്ത്രീ, കയ്യിലൊരു കവറും ഉണ്ട്. അപ്പം വണ്ടി നിർത്തിയപ്പം അവർ കയ്യിൽ നിന്ന് ഒരു ബൊക്കെ, വീട്ടിലുണ്ടാക്കിയ ബൊക്കെ എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, മോക്കല്ല ഞാൻ വോട്ട് ചെയ്തത് TPക്കാ, പക്ഷേ ഈ ബൊക്കെ മോക്ക് തരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു, അതിനോടൊക്കെ ഇപ്പോൾ ഈ വിജയം വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞൊരമ്മ, ഒരു സാധാരണ വീട്ടമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ആളുകളുടെ മനസ്സാണത്. അപ്പം ഇതിനെയൊക്കെ തള്ളിക്കളയുന്ന പേരാമ്പ്രയിലുള്ള ജനങ്ങളുടെ വിജയമാണിത്. ജനാധിപത്യം എന്ന് പറയുമ്പം പറയാൻ എളുപ്പമാണെങ്കിലും അത് നടപ്പിലാക്കുക എങ്ങനെയാണ് എന്നുള്ളത് ആ ഹൃദയങ്ങൾ തെളിയിച്ചു. പക്ഷെ ഈ ആനുകൂല്യം എന്നും കിട്ടത്തില്ല, അവർ നോക്കും. അപ്പോൾ ഇനി നമുക്കിപ്പോൾ വാർത്തയ്ക്ക് സമയമായി എന്ന് പറയുന്നത് മാത്രമല്ല, നിങ്ങളൊക്കെ ഇന്ന് തിരക്കാണ്. മാത്രമല്ല എനിക്കൊന്ന് ഇപ്പോൾ റിലാക്സ് ആയെങ്കിൽ കിഴക്കേ കോട്ടയൊക്കെ ഒന്ന് നടന്ന് അല്ലെ, തിരുവനന്തപുരം നഗരത്തിന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച് മടങ്ങുക അല്ലേ. ഒരുപാട് സമയം അല്ലേ, ബാലുശ്ശേരി മുതൽ വാമനപുരം വരെ നമുക്കൊരു ദിവസം നമ്മൾ കുറച്ച് ചെറുപ്പക്കാരോട് സംഘടിപ്പിച്ച് നമുക്ക് ഒരു മോർണിംഗ് ഷോ തിരുവനന്തപുരം നൈറ്റ് വാക്ക് വേണമെങ്കിൽ അഭിജിത്ത് അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്ന ആളല്ലേ, എഴുന്നേൽപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ MLA-മാർ അവർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതിനേക്കാളും പ്രതീക്ഷകളുള്ള ഒരു വലിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ എതിർപക്ഷത്തും നിൽക്കുന്നു. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഇവർക്ക് ഉയരാൻ കഴിയട്ടെ. മാത്രമല്ല, നെറിയേടുകൾ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണം വരട്ടെ, കല്ലും നെല്ലും തിരിയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.